ജൂൺ 3, 2026. അപ്പം ഇന്നലെ ഉണ്ടായത് എന്താ വെച്ചാൽ ഇന്നലെ ഋഷികേശല്ല തപോവനിലെത്തി. തപോവനിൽ നിന്ന് എന്താ ഒരു സച്ചിൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ താമസിച്ചു. വീട് തന്നെയാണ്, സർവീസ് അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ആ സർവീസ് അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചു. ഇന്ന് രാവിലെ 6 മണിക്കാണ് ബദരിക്ക് പോകാനായിട്ട് മിശ്രാജി വരാം എന്ന് പറഞ്ഞത്. അപ്പോൾ 5:45 ആയപ്പോഴേക്കും ഞങ്ങൾ കാപ്പി കുടിച്ചിട്ട് റെഡിയായി നിന്നു. 5:50 ആയപ്പോഴേക്കും മിശ്രാജി വിളിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്, പോവാം എന്ന് പറഞ്ഞു. 6 മണിക്ക് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ എന്താ പറയുക, പോകുന്ന വഴിക്ക് ശിവപുരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അവിടെ ഈ ബഞ്ചി ജമ്പിങ് അങ്ങനത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, കൂടുതലും ബഞ്ചി ജമ്പിങ് ആണുള്ളത്. അപ്പോൾ അത് ബഞ്ചി ജമ്പിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ഇങ്ങനെ പോയി കുറേ കഴിഞ്ഞ് ദേവപ്രയാഗ് എത്തി. ഈ ദേവപ്രയാഗിലാണ് ഗംഗ എന്നുള്ള പേര് കിട്ടുന്നത്. അവിടെയാണ് അളകനന്ദയും ഭാഗീരഥിയും, അതായത് അളകനന്ദ ബദ്രി എന്ന് പറയുന്നതും ഭാഗീരഥി ഗംഗോത്രി ആ ഭാഗത്ത് നിന്ന് വരുന്നു. അത് രണ്ടും കൂടിയിട്ട് പിന്നെയാണ് ഗംഗ എന്ന പേരിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ദേവപ്രയാഗിൽ താഴത്തേക്ക് ഇറങ്ങിയില്ല, മുകളിൽ നിന്ന് കണ്ടു. കാരണം താഴത്തേക്ക് ഇറങ്ങാൻ എന്തായാലും ഒരു 1.5 മണിക്കൂർ വേണ്ടി വരും. അത് വേണ്ട. പിന്നെ ഈ നമ്മുടെ ജോഷിമഠ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് എന്ന ഒരു ന്യൂസും കേട്ടതുകൊണ്ട് എത്രയും വേഗം അവിടെ എത്തുക എന്നുള്ള ഒരു എന്താ പറയുക ടാർഗറ്റിലാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ദേവപ്രയാഗിൽ നിന്ന് മുകളിൽ നിന്ന് കണ്ടു. രണ്ടാളും നല്ലോണം അവിടെ തൊഴുതു. നല്ല അന്ന് പണ്ട് കണ്ട പോലെ തന്നെ 2 അളകനന്ദൻ ഭാഗീരഥിയും 2 കളറിൽ വന്ന് അങ്ങനെ കൂടിയിട്ട് അവിടെ നിന്ന് കണ്ട് പോകുന്നുണ്ട്. അവർ 5-10 മിനിറ്റ് അവിടെ നിന്നു. എന്നിട്ട് പിന്നെ അവിടുന്ന് പോന്നു. അപ്പോൾ ദേവപ്രയാഗിൽ ഏതാണ്ടൊരു 7:30 കഴിഞ്ഞപ്പോഴേക്കും എത്തി. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തി. അപ്പം അവിടെ എന്താ വെച്ചാൽ ഒരു സൈനിക് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ദോശയോ ഇഡ്ഡലിയോ കിട്ടുകയാണെങ്കിൽ നന്നായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ദോശ ഇഡ്ഡലി കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ദോശയൊക്കെ കിട്ടുമെന്ന് അറിയില്ല, നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഈ സൈനിക് ഹോട്ടലിൻ്റെ മുമ്പിൽ ദോശ ഇഡ്ഡലി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടേ പക്ഷേ പറഞ്ഞു അന്ന് എനിക്ക് ദോശ മതി എന്ന് പറഞ്ഞു. ദോശ മേടിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ ദോശ കഴിച്ചു, അമ്മയും ദോശ തന്നെ കഴിച്ചത്. അവർ 2 ദോശ കഴിച്ചു. ഞാനൊരു ആലു പൊറോട്ട കഴിച്ചു. ഇയാൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഇയാൾ ഇവിടെ പോയിട്ടാണ് അടുക്കളയിൽ പോയിട്ട് അയാൾ കഴിച്ചു. കുഴപ്പമില്ല, നല്ല ഫുഡ് തന്നെയായിരുന്നു. ഒരു ദോശയ്ക്ക് 180 രൂപ എന്നുള്ള റേറ്റിലൊക്കെയാണ് അവിടെ ഉള്ളത്. എന്തായാലും കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാത്ത ഫുഡ് ആയതുകൊണ്ട് അവിടുന്ന് കഴിച്ചു. അവിടുന്ന് തന്നെ പോയി. പോകുന്ന വഴിക്കാണ് ധാരിദേവിയുടെ അമ്പലം. അപ്പോൾ വളരെ ശക്തിയുള്ള ഒരു ഭഗവതിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കഥ ഈ മിശ്രാജി പറഞ്ഞതനുസരിച്ച് ഒരു കുടുംബത്തിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഈ 7 സഹോദരന്മാർക്കും കൂടിയിട്ട് ഒരു സഹോദരി ഉണ്ടായി. ഈ സഹോദരി ഉണ്ടായതോടുകൂടി ഈ കുടുംബത്തിൽ കുറേ അനിഷ്ട സംഭവങ്ങളുണ്ടായി, ആളുകൾ മരിക്കുക അങ്ങനത്തെ. അപ്പോൾ ഈ പെൺകുട്ടി ഉണ്ടായതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് വിചാരിച്ചിട്ട് ഈ സഹോദരന്മാർ ഈ പെൺകുട്ടിയുടെ കഴുത്തറുത്ത് ഈ തല ഇതിലിട്ടു, പുഴയിൽ ഒഴുക്കി. അപ്പോൾ ഈ പുഴയിൽ കുറേ അകലെ ഒരു ധോബി ഇങ്ങനെ തുണി അലക്കുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ച കേൾക്കുന്നുണ്ട്. ഈ ഒച്ച കേട്ട് എന്താണോ എന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു തല ഇങ്ങനെ ഒഴുകി വരുന്നു. അപ്പോൾ ഒരു കുട്ടി ഒഴുകി വരികയാണെന്ന് വെച്ചിട്ട് ആ കുട്ടിയുടെ തലയിൽ പിടിച്ചിട്ട് എടുത്തേപ്പോൾ ഈ തല മാത്രമേ ഉള്ളൂ. അയാളാകെ പേടിച്ച് തല അവിടെ ഇട്ടു. അപ്പോൾ ഈ തല പറഞ്ഞു അയ്യോ എന്നെ ഇതാക്കരുത്, ഇതൊക്കെയാണ് സംഭവിച്ചത് നീ ധോബിയോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരു അമ്പലം ഇവിടെ ഉണ്ടാക്കണം, അത് രാജാവിനോട് പറഞ്ഞിട്ട് ഇവിടെ ഒരു അമ്പലം ഉണ്ടാക്കണം, ഞാൻ നിങ്ങളെ മുഴുവൻ രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ധാരിദേവി അങ്ങനെയാണ് അവിടെ ഒരു അമ്പലത്തിൽ കുടിയിരുന്നത് എന്നാണ് ഒരു കഥ, അല്ലെങ്കിൽ വാസ്തവം അതിൻ്റെ ഇരിക്കും. അപ്പോൾ ഒരു അവിടുത്തെ രാജാവ് ഇവിടുത്തെ അമ്പലം ഉണ്ടാക്കി, ധാരിദേവിയുടെ അമ്പലം ഉണ്ടാക്കി. ഈ ധാരിദേവിയാണ് ഈ 4 ധാമങ്ങളുടെയും ചാർധാമിൻ്റെ രക്ഷക ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ പണ്ട് ഒരു 2019 ഒക്കെ ഒരു വലിയൊരു പ്രളയം ഉണ്ടായി കേദാർനാഥിൽ. അപ്പോൾ അന്ന് അതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ ധാരിദേവിയെ ഈ പുഴയിൽ നിന്ന് ലേശം ഒന്ന് പൊന്തിച്ചു വിട്ടൊരു ഡാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് തന്നെ ആൾക്കാർ പറഞ്ഞിരുന്നു അത്രേ, ഇത് മാറ്റിയാൽ അബദ്ധാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പ്രളയം ഈ ഒരു ഭഗവതിയെ ഒന്ന് മാറ്റി പ്രതിഷ്ഠിച്ചത് തമ്മിലൊരു ലിങ്ക് ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അകലിൽ നിന്ന് ഈ ധാരിദേവിയുടെ അമ്പലം കണ്ടു, തൊഴുതു, എന്നിട്ട് കണ്ടിന്യൂ ചെയ്തു ഞങ്ങളുടെ യാത്ര. അവിടെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 12:30 ഒക്കെ ആയപ്പോഴേക്കും രുദ്രപ്രയാഗ് എത്തി. രുദ്രപ്രയാഗിലാണ് ഈ എന്താ പറയുക കേദാർനാഥ് എന്ന് പറയുന്ന മന്ദാകിനി, ബദ്രി എന്ന് പറയുന്ന അളകനന്ദയും കൂടിയിട്ട് കൂട്ടണത്. അപ്പോൾ അത് അവിടെ ഇറങ്ങിയില്ല, അവിടെ നല്ല തിരക്കായിരുന്നു. എല്ലാ പ്രയാഗുകളിലും ഭയങ്കര തിരക്ക് വെച്ചാൽ അനങ്ങാൻ പറ്റാത്ത ട്രാഫിക് എന്നുള്ള രീതിയിലാണ് എല്ലാ പ്രയാഗുകളിലും. ദേവപ്രയാഗിൽ അത്ര ഉണ്ടായിരുന്നില്ല, കാരണം റോഡ് കുറച്ച് വീതിയുണ്ട് എന്നുള്ളതുകൊണ്ട്. ഇവിടെ ഒരു രുദ്രപ്രയാഗിൽ ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ട്രാഫിക് ജാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പോയി കുറച്ച് കഴിഞ്ഞ് രുദ്രപ്രയാഗ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ട് നിർത്തി. അപ്പോൾ ഊണ് കഴിക്കാൻ നിർത്തിയത് പിപ്പൽകോട്ടി എന്നൊരു സ്ഥലത്താണ്. ഈ പിപ്പൽകോട്ടിയിലാണ് ഒരു 2-3 കൊല്ലം മുമ്പേ അച്ഛനും
ഒക്കെ ആയിട്ട് ഈ ചാർധാമിന് പോയപ്പോൾ ബദരിക്ക് മുമ്പായിട്ട് നിന്നത് ആ രാത്രി. അന്ന് അച്ഛനത്തിരി വയ്യാണ്ടിയായി. അപ്പോൾ ആ ഒരു ഹോട്ടൽ ഒക്കെ കണ്ടു പോണ വഴിക്ക്. അത് കഴിഞ്ഞ് ടൗണിൽ തന്നെയുള്ളൊരു ഹോട്ടലിലാണ് ഊണ് കഴിച്ചത്. ഞങ്ങളൊരു വെജ് പുലാവും ഒരു പ്ലെയിൻ റൈസും തൈരും മേടിച്ചു. നന്നായിരുന്നു, നല്ല ഫുഡ് തന്നെയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞു അവിടുന്ന് പോയി. അപ്പോൾ നല്ല ചൂടാണ് ഇതിനും, ഭീകര ചൂട് വെച്ചാൽ ഭീകര ചൂട്. നാട്ടിലൊക്കെ ചൂടുള്ള പോലെ ഒരു 45 ഡിഗ്രിക്ക് മുകളിൽ എന്തായാലും ഉണ്ടാവും. നല്ല കുത്തണ വെയിലുമാണ്. വെയിലുണ്ടെങ്കിൽ നല്ല ശക്തിയായിട്ടുള്ള വെയിൽ തന്നെയാണ് ഇത്. അപ്പോൾ അത് കഴിഞ്ഞു, ഊണ് കഴിഞ്ഞു. പിപ്പൽകോട്ടിൽ നിന്ന് ഊണ് കഴിച്ച് പിന്നെ അവിടുന്ന് ഒരു 2:30 കഴിഞ്ഞപ്പോഴേക്കും പിപ്പൽകോട്ടിൽ നിന്ന് ഊണ് കഴിച്ചിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ജോഷിമഠിൽ ഏതാണ്ട് ഒരു 3 മണി 3:15 എത്തി. 3:30 ഉണ്ടാവും. 3:30 ജോഷിമഠിലെത്തി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചോ 3:30, ഇനിയിപ്പോൾ ജോഷിമഠിൽ നിന്ന് 40 കിലോമീറ്ററല്ലേ ഉള്ളൂ. 40 കിലോമീറ്റർ എന്ന് വെച്ചാൽ 1 മണിക്കൂർ, പതുക്കെ പോയാൽ തന്നെ 1 മണിക്കൂർ. 3:30 4:30 ആകുമ്പോഴേക്കും എന്തായാലും അവിടെ എത്താം. വൈകുന്നേരം പോയി തൊഴാൻ പറ്റിയിരിക്കും. അപ്പോൾ ഞാൻ പണ്ട് ഈ റൂം ബുക്ക് ചെയ്ത സമയത്ത് ഈ നന്ദാദേവി ഹോട്ടൽ എന്നുള്ള അവരോട് ഞാൻ വിളിച്ചു ചോദിച്ചിരുന്നു ഏതാണ്ട് എത്ര നേരം എടുക്കും ഈ ഒരു ദർശനം കിട്ടാനായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു 6 to 7 hours ക്യൂ നിൽക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്, അങ്ങനെയാണ് കണ്ടേക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നോക്കുക എന്ന് വെച്ചിട്ട് അപ്പോൾ ഈ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു സമയമെടുക്കും, നല്ലോണം സമയമെടുക്കും. രാത്രി ഒരു 12 മണി 1 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി വേഗം പറ്റിയെന്ന് വരാം. അപ്പോൾ ഈ അമ്പലമൊന്നും അടക്കണമെന്നില്ല എന്നാണ് അയാൾ പറഞ്ഞത്. 24 മണിക്കൂർ മേ ബി 1 മണിക്കൂറൊക്കെ അടച്ചിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെയും തുറക്കും. അപ്പോൾ രാത്രി 12 മണിക്കൊക്കെ തൊഴുന്നവരുണ്ട്. ആ സമയത്ത് കുറച്ച് തിരക്ക് കുറയും. അപ്പോൾ അങ്ങനെ ആവാം. അപ്പോൾ എന്തായാലും 4:30 എത്തിയാൽ 4:30 ഒരു 6 എന്ന് വെച്ചാൽ 10:30 11 ആകുമ്പോഴേക്കും കണ്ട് ഇന്ന് തന്നെ കഴിയുമല്ലോ എന്ന് വിചാരിച്ച് നിന്നു. അപ്പോഴാണ് ജോഷിമഠിൽ ഭീകര ട്രാഫിക് ബ്ലോക്ക്. അവിടെ വളരെ വീതി കുറഞ്ഞിട്ടുള്ളൊരു റോഡാണ്. അപ്പോൾ അവിടെ ഒരു ഗേറ്റ് സിസ്റ്റം എന്നിട്ടൊരു സിസ്റ്റമാണ്. അതായത് അവിടുന്ന് ഇങ്ങോട്ട് ഒരു അരമണിക്കൂർ വണ്ടി വിടും, ഇവിടുന്ന് അങ്ങോട്ട് ഒരു അരമണിക്കൂർ വണ്ടി വിടും. അപ്പോൾ ഒരു സൈഡിലേക്ക് വണ്ടി എപ്പോഴും യാത്ര ചെയ്യുള്ളൂ. ഇവിടെ 3:30 നിന്നിറങ്ങിയിട്ട് ഏതാണ്ട് 4:30 4:45 കഴിഞ്ഞു ഇവിടുന്ന് ഞങ്ങൾ വണ്ടി എടുത്ത് പോയപ്പോൾ. 4:30 ഇവിടുന്ന് വണ്ടി എടുത്ത് പോയി. പിന്നെ അപ്പോൾ ജോഷിമഠ് കഴിഞ്ഞാൽ തണുപ്പ് തുടങ്ങുന്നതാണ് പറഞ്ഞിരുന്നത്. ഒരു തണുപ്പ് തുടങ്ങിയിട്ടില്ല. ഇതേപോലെ തന്നെ ഏതാണ്ട് ഇതേ ചൂട് തന്നെ. AC ഇട്ടു, ഇടയ്ക്ക് അവിടെ ഇവിടേക്കായിട്ട് AC ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ കയറ്റ കയറുമ്പോൾ ഇത് പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് നമ്മുടെ പണ്ടത്തെ ഒരു സ്വഭാവം കയറ്റ കയറുമ്പോൾ AC ഓഫ് ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ജോഷിമഠൊക്കെ എത്തിയപ്പോൾ ഇയാൾ AC ഓഫ് ചെയ്തു. ജോഷിമഠ് കഴിഞ്ഞാൽ പിന്നെ AC ഇടുകയും ചെയ്തു. AC ഇട്ടില്ല എന്നുണ്ടെങ്കിൽ വേർക്കുന്നുള്ള അവസ്ഥയിൽ തന്നെയായിരുന്നു, അത്രയും ചൂടാണ് അവിടെ. അപ്പോൾ ജോഷിമഠ് കഴിഞ്ഞു. ഇവിടുന്ന് പോയി ബദരി എത്താറായപ്പോഴേക്കും ജോഷിമഠ് കഴിഞ്ഞൊരു റോഡുകളൊക്കെ അത്യാവശ്യം മോശമായി തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്, പക്ഷേ റോഡുകൾ അത്യാവശ്യം മോശമായിട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത്. ലാൻഡ് സ്ലൈഡുകളുണ്ട്, ഇല്ല പറയുന്നില്ല. പക്ഷേ ഈ റോഡുകളെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് നന്നാക്കി ഇടാം. ഇത്രയും പെരുത്ത ആളുകൾ വരുന്നത് കൊണ്ട് കുറച്ചും കൂടിയൊക്കെ ഭംഗിയാക്കി ഇടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഡ്രൈവറും പറഞ്ഞു ഇത് അത്ര ആരും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കട്ടെ എന്നുള്ള രീതിയിലാണ്, ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയാണ് എന്നുള്ള രീതിയിലാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല കുലുക്കമുണ്ട്. ഡ്രൈവറും അത്ര പതുക്കെയല്ല ഓടിക്കണത്, കാരണം നിവൃത്തിയില്ല, അങ്ങനെ എത്തിക്കുക എന്നുള്ളതാണല്ലോ എങ്ങനെയെങ്കിലും. കാരണം ഈ ജോഷിമഠ് കഴിഞ്ഞാൽ എവിടെയാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുക, ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എത്ര നേരം നിൽക്കേണ്ടി വരും ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ അവസരത്തിൽ അയാൾ നല്ലോണം സ്പീഡിൽ തന്നെയാണ് ഓടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് ബദരി എത്തണ വരെ വലിയ തിരക്കുകളൊന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡുകളൊന്നും ഉണ്ടായിട്ടില്ല. ബ്ലോക്കുകളുണ്ടായി, അവിടെ ഇവിടെയൊക്കെ ബ്ലോക്കുകളുണ്ടായി, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഹനുമാൻ ചെട്ടി കണ്ടു. ഹനുമാൻ ചെട്ടിയിൽ നിന്നു. ഹനുമാൻ ചെട്ടിയിൽ നിന്നിട്ട് അവിടെ ഇറങ്ങി തൊഴുതു. ഈ ഹനുമാൻ ചെട്ടിലത്തെ ഹനുമാനാണ് ഈ എന്താ പറയുക ഭീമസേനൻ്റെ അഹങ്കാരം ഇല്ലാണ്ടാക്കിയത്. കദളിവനം എന്നുള്ള സ്ഥലമാണ് ഇവർ ഹനുമാൻ ചെട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെയാണ് വാല് വേണച്ചാൽ നീക്കി വെച്ചിട്ട് പൊക്കോളൂ എന്ന് ഭീമനോട് പറയുകയും ഭീമന് പറ്റാതിരിക്കുകയും അപ്പോൾ ഹനുമാൻ ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഈ ഹനുമാനാണ് ദ്വാരപാലകൻ ഈ ബദരിയുടെ. അപ്പോൾ ഇവിടെ തൊഴുതരേ പോകാൻ പാടുള്ളൂ എന്നുള്ളത് എന്തായാലും ഹനുമാൻ ചെട്ടി വളരെ പ്രധാനപ്പെട്ടൊരു ഇതാണല്ലോ. അത് കണ്ടു, തൊഴുതു. ചെറിയൊരമ്പലം, ഹനുമാൻ അവിടെ ഭജിക്കണ ഒരു രൂപത്തിലാണ് അവിടുത്തെ മൂർത്തി നിൽക്കുന്നത്. എന്തായാലും അവിടെ തൊഴുതു. അവിടുന്ന് എന്താ പറയുക പ്രസാദം മേടിച്ചു. പിന്നെ നേരെ ബദരിക്ക് പോയി. ബദരി എത്തിയപ്പോഴേക്കും 6 മണി കഴിഞ്ഞു. 6:15 എത്തിയപ്പോഴേക്കും ബദരി എത്തിയപ്പോഴേക്കും. അപ്പോൾ എന്തായാലും നേരെ ഞാൻ നന്ദാദേവി എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്കറിയാം. നന്ദാദേവി എനിക്കറിയാം എന്ന് പറഞ്ഞു. അവിടെ നല്ല തിരക്കനെയാണ്. അപ്പോൾ അവിടുത്തെ പോലീസുകാരും അങ്ങനെ പോരുത് ഇങ്ങനെ പോരുത് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ ആകെ ബഹളമാണ്. ശരിക്കൊന്നും പോകാൻ പറ്റില്ല. അത് ആവശ്യമാണേനും ഈ തിരക്കിൽ പോലീസുകാർ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അത്ഭുതമുള്ളൂ. എന്തായാലും നന്ദാദേവി റെസിഡൻസി അതിൽ അവിടെ എത്തി. ഒരു ചെറിയൊരു റോഡ്, എന്താ പറയുക ഒരു ഒരാൾക്ക് ഒരു 6 അടി വീതിയുള്ളൊരു റോഡായിരിക്കും, 10 അടി ആയിരിക്കും മാക്സിമം. അങ്ങനത്തെ റോഡിലാണ്. അതിൻ്റെ സൈഡിൽ ഇയാൾ കാർ ഭാഗ്യത്തിന് പാർക്ക് ചെയ്യാൻ പറ്റി. ഇതിൽ കയറി
അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന വഴിക്ക് ഞാൻ ശങ്കരേട്ടനെ ഒന്ന് വിളിക്കാൻ നോക്കി, പക്ഷേ കോൾ കിട്ടിയില്ല. അപ്പോൾ ശങ്കരേട്ടനെ വിളിച്ചാൽ എങ്ങനെയാണ് അകത്തേക്ക് കയറാൻ എന്തെങ്കിലും പറ്റുമോ, സീനിയർ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഈ മിശ്രാജി പറയുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അവിടെ ഈ സീനിയർ സിറ്റിസൺസിന് കയറാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ കയറാമെന്ന് പറഞ്ഞപ്പോൾ അത് ശങ്കരേട്ടനോട് ഒരിക്കൽ ചോദിച്ചാൽ പറഞ്ഞു ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, ആ രീതിയിലൊന്നും ഇല്ല, എല്ലാവരും ഒരേപോലെ തന്നെ വേണം. നമുക്ക് എന്തായാലും അത് കഴിഞ്ഞപ്പോൾ എന്തായാലും അവിടെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ചെക്ക് ഇൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഈ ശങ്കരേട്ടനെ ഞാൻ ഒന്നുകൂടി വിളിച്ചു, എന്താണ് എങ്ങനെയാണ് വേണ്ടത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു പണി ചെയ്യൂ, നാളെ രാവിലെ ഒന്ന് വരൂ, രാവിലെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും, ഒരു ടിക്കറ്റ് എടുത്താൽ മതി, നാളെ വൈകുന്നേരത്തേക്ക് കാണാവുന്ന ഒരു രീതിയിലേക്ക് ആക്കി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ശരി, ഒന്ന് നോക്കി വെക്കുക വെച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ശങ്കരേട്ടൻ താമസിക്കുന്ന സ്ഥലവും പറഞ്ഞു തന്നിരുന്നു, ഒരു പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്, അതിൻ്റെ അതേ ബിൽഡിങ്ങിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പോണ വഴിക്ക് ഞാൻ നോക്കിയപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് അവിടെ ഇവിടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു തന്നു ഇവിടെയാണ് എന്ന് പറഞ്ഞു. കഷ്ടിച്ച് കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ വിളിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് കിട്ടിയില്ല, അദ്ദേഹത്തിനെ വിളിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇതുവരെ എത്തി, ഇനിയിപ്പോൾ അധികം ഒന്നും നോക്കണ്ട വെച്ചിട്ട് എന്തായാലും അങ്ങനെ അമ്പലത്തിലേക്ക് പോയി നോക്കുക വിചാരിച്ചു. അമ്പലത്തിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് എന്തെങ്കിലും പുറത്തുനിന്ന് എവിടെയെങ്കിലും പറ്റിയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം എന്നിട്ട് അങ്ങോട്ട് നടക്കുമ്പോൾ കുറേ ബാരിക്കേഡുകൾ വെച്ചിട്ട് പട്ടാളക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്കങ്ങോട്ട് തോന്നി, ഒരു പട്ടാളക്കാരുണ്ടായിരുന്നു. പട്ടാളക്കാരനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ റാവൽജിയുടെ ഒരു അറിയണ ആളാണ്, റാവൽജി കാണാൻ പോവുകയാണ് പറഞ്ഞു. അത് പറഞ്ഞു അയ്യോ പറ്റില്ല. അപ്പോൾ അവിടുന്ന് ആൾക്കാരെ വടിയെടുത്ത് അടിച്ചിട്ട് ഓടിക്കുന്നുണ്ട്, എവിടെ ആൾക്കാർ കയറാൻ നോക്കുമ്പോൾ ആ ബാരിക്കേഡിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ഞാൻ ഇതായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ കയറാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അച്ഛനെ കൊണ്ട് അച്ഛനും ഉണ്ടാകാൻ വേണ്ട, അവരുടെ കൈ പിടിച്ച് പതുക്കെ നോക്കിയപ്പോൾ അവർ ചോദിച്ചു റാവൽജി കാണാൻ തന്നെയാണോ പോണേ എന്ന് ചോദിച്ചു. അപ്പോൾ റാവൽജി കാണാൻ തന്നെയാണ് പോണേ, പക്ക എന്ന് ചോദിച്ചു. എന്നാൽ പക്ക തന്നെയാണ്, ശരി കയറിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ബാരിക്കേഡിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങളെ ഉള്ളിലേക്ക് കയറ്റി. അത് നേരെ ആ ഇരുമ്പ് പാലുണ്ട് ബദരിയിലേക്ക് കയറണേ, ആ ഇരുമ്പ് പാലത്തിലേക്കാണ് നേരെ എത്തുക. അപ്പോൾ ഈ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഞാൻ നോക്കിയിരുന്നു, അല്ലെങ്കിൽ ആ വരണ വഴിക്ക് തന്നെ മിശ്രാജി കാണിച്ചു തന്നു, ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ പോരാ, അതിനേക്കാൾ കൂടുതലുള്ള 2 കിലോമീറ്റർ ഉണ്ടാവുമായിരിക്കും, 2 കിലോമീറ്ററിൻ്റെ നീളത്തിലുള്ള ക്യൂ ആണ് നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ മുകളിൽ എന്താ പറയുക ഷീറ്റ് ഇട്ടിട്ട് ആൾക്കാർക്ക് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ ഈ ഇരുമ്പ് പാലത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ആ നടയുടെ മുമ്പിലേക്ക് എത്തും. ഉള്ളിലേക്ക് ക്യൂവിലേക്കൊന്നും കയറാൻ പറ്റും തോന്നില്ല, പക്ഷേ എന്നാൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ആ നടക്കിലെങ്കിലും എത്തിയല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ആ ഇരുമ്പ് പാലം കടന്നു. ഇരുമ്പ് പാലം കടന്നപ്പോൾ 2-3 കൊല്ലം മുമ്പേ ഈ റാവൽജിയെ ഞങ്ങൾ കാണാൻ പോയിരുന്ന ആ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഏതാണ്ടൊരു ഐഡിയ ഉണ്ട് എവിടെയാണ് എന്നുള്ളത്. അവിടെ കയറി തത്തക്കുണ്ടുണ്ട്, ആ തത്തക്കുണ്ടിൻ്റെ സൈഡിൽ കൂടെ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതാണ്, കിട്ടണത്തോളം കിട്ടട്ടെ വെച്ചിട്ട് നേരെ ആ തത്തക്കുണ്ടത്തിൻ്റെ അത് കൂടെ സൈഡിൽ കൂടെ കയറി. അപ്പോൾ അന്നത്തെ ഓർമ്മ നല്ലോണം ഉണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നേരെ ചെന്നു ഈ റാവൽജിയുടെ വീടിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ അത് പകുതി അടച്ചിട്ടേക്ക് തന്നെയാണ്. എന്തായാലും കയറി നോക്കുക, കാണാം, റാവൽജിയെങ്കിലും കാണാമല്ലോ, അമ്പലത്തിലേക്ക് കയറാൻ പറ്റിയില്ലെന്ന് വെച്ചിട്ട് റാവൽജിയുടെ അവിടെ കയറി നോക്കുമ്പോൾ റാവൽജി അവിടെ ഇരിക്കുന്നുണ്ട്. ആകെ 2-3 പേര് ആ റൂമിൽ. 2-3 കൊല്ലം മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ ഒരു 20-25 ആൾക്കാർ ഇങ്ങനെ ക്യൂ നിന്ന് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിനെ കാണാൻ പറ്റിയിരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റുമെന്നറിയില്ല, ഞങ്ങളെ കാത്തിരിക്കുന്ന പോലെ അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. കയറിയപ്പോൾ ഈ പറഞ്ഞ പോലെ 4-5 ആൾക്കാരെ ആ റൂമിലുള്ളൂ. നേരെ ചെന്നു. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കേരളത്തിൽ നിന്നാണ്, നമ്പൂരാരാണ്. ആദ്യമോ ചോദിച്ചു. ഞങ്ങളോടൊരു 10 മിനിറ്റോളം സുഖമായിട്ട് വർത്താനം പറഞ്ഞു. എവിടെയാണ്? പട്ടാമ്പിയാണെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഗുരുവായൂരത്ത്. ഞാൻ ചൊവ്വല്ലൂർക്കൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒട്ടും തിരക്കില്ലാണ്ട് അദ്ദേഹത്തിനോട് വർത്താനം പറഞ്ഞു. അതൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് തോന്നിയത്. അത് അദ്ദേഹത്തിനോട് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ഈ എന്താ പറയുക ഈ ബദ്രീനാഥിനെ ചാർത്തി അല്ലെങ്കിൽ ഉടയാട ഒരെണ്ണം അച്ഛന് കൊടുത്തു. അത് അച്ഛന് കൊടുത്തു. നിങ്ങളൊക്കെ ഒന്നിച്ചല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരെണ്ണം പോരെ എന്നുള്ളതാണ് ചോദിച്ചത് തോന്നുന്നുണ്ട്. ഉടയാട അച്ഛൻ മേടിച്ചു. അച്ഛനാണോ അമ്മയാണോ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അവർ മേടിച്ച് കയ്യിൽ വെച്ചു. എന്നിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൈസ വെച്ച് നമസ്കരിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒന്നും കൂടി ഇരുന്നപ്പോൾ ഒരെണ്ണം കൂടി എടുത്തിട്ട് എൻ്റെ കയ്യിൽ കൂടി തന്നു. ഇതാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 ഉടയാടകൾ കിട്ടി. എന്നിട്ട് പറഞ്ഞു അങ്ങോട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ഇരുന്നോളൂ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളിപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് ആ സൈഡിൽ കുറച്ച് നേരം ഇരുന്നു. അവിടെ അപ്പോഴും ഒരു തിരക്കില്ല ആ റൂമിൽ. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ ഈ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ റാവൽജിയുടെ ഈ ഇതിലേക്ക് കയറുമ്പോൾ അപ്പോൾ അയാൾ ചോദിച്ചു മെയിൻ പൂജാരി ഇത് റേത്തേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇവിടെയാണ്. അപ്പോൾ ഞങ്ങൾ കയറണുണ്ട്. അപ്പോൾ അയാളും ഞങ്ങളുടെ പിന്നാലെ കയറിയിട്ട് അദ്ദേഹം ഇപ്പം ഞങ്ങൾ ഈ വർത്താനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരെ റാവൽജിയുടെ അടുത്ത് പോയിട്ട് പൈസ കൊടുത്ത് നമസ്കരിച്ച് എന്നിട്ട് എനിക്കൊരു മൊബൈൽ തന്നിട്ട് എന്നിട്ട് പറഞ്ഞു ഒന്ന് ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ പാടുമെന്ന് എനിക്ക് അറിയില്ല.
ഞാൻ അദ്ദേഹത്തോട് ഞാൻ ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചു. അത് റാവുജി പറഞ്ഞു എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നമസ്കരിക്കണേ ഫോട്ടോ ഒരെണ്ണം എടുത്തു കൊടുത്തു. അദ്ദേഹത്തിനാണെങ്കിൽ സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങളെ തൊഴുക, ഞങ്ങളെയും ഇതാക്കുക, എന്തോ ഒരു ഇത് കിട്ടിയ പോലെയാണ് അദ്ദേഹം. ചിലപ്പോൾ എനിക്ക് കുറേ നേരം കാത്തിരുന്നിരുന്നു കയറാൻ പാടുമെന്ന് അറിയില്ല എന്നുള്ള രീതിയിലായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും പരമഭക്തനായിട്ട് അദ്ദേഹം പോയി. അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി, അങ്ങനെ ഒരാൾക്കൊരു സന്തോഷം കിട്ടിയല്ലോ. അപ്പോൾ എന്തായാലും ഒരു 5-10 മിനിറ്റ് കൊണ്ടിരുന്നു. അപ്പോൾ ഈ എവിടെ നിൽക്കും ആൾക്കാർ പിന്നെ വന്നടങ്ങി. എന്നിട്ട് അദ്ദേഹത്തിന് ഈ ഉടയാടകളുടെ ഒരു സെറ്റ് കൊടുക്കുക. അപ്പോൾ ഇവരുണ്ടാക്കിയതായിരിക്കും, ഇവർ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഉടയാടകളായിരിക്കും. അത് പല തരം ഡിസൈനിൽ ഈ നമ്മുടെ ഈ കടകളിലൊക്കെ കാണില്ലേ ഷർട്ടൊക്കെ പൊതിഞ്ഞ് വെച്ചാൽ അതേപോലെ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവറിലാക്കി കൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കണം. ഒരു സെറ്റ് ഒരു മിനിമം ഒരു 10-30 ഉണ്ടാവും. അങ്ങനെ ഒരു സെറ്റ് അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നു ഓരോ ദിവസം ഈ ബദ്രീനാഥിനെ ചാർത്തിക്കുണ്ടാവുക, അല്ലെങ്കിൽ അതെ ഉടുപ്പിക്കുണ്ടാവുക. അതിന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്തായാലും ഇറങ്ങി. അപ്പോൾ എന്തിനാ ഇരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നീ അടുത്ത ആൾ വരട്ടെ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം, ഇരുന്നോളൂ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന 1-2 ഹിന്ദിക്കാരുണ്ട്. അപ്പോൾ ഈ ഹിന്ദിക്കാരോട് ചോദിച്ചാൽ അയാൾ അവിടെ രണ്ട് ഇതായിട്ട് നല്ലോണം ആക്റ്റീവായിട്ട് അതിജീവ് എന്ന് വരുന്നവരോടൊക്കെ പറഞ്ഞ ഒരാൾ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിപ്പോൾ അകത്തേക്ക് എങ്ങനെയാണ് കയറുക, സീനിയർ സിറ്റിസൻസ് ആയിട്ട്? സീനിയർ സിറ്റിസൻസ് ആയിട്ടൊന്നും കയറാൻ പറ്റില്ല, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ക്യൂവിൻ്റെ അറ്റത്ത് പോയി ഇന്നോളൂ എന്ന് പറയാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കുഴപ്പമില്ല, ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും അദ്ദേഹം വന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ഈ ക്യൂ ഇല്ലേ, ഈ ക്യൂവിൻ്റെ അറ്റം നിങ്ങൾ പൊക്കോളൂ, ഒരു നല്ല ദൂരം ഉണ്ടാവും, അവിടെ നിന്ന് നിങ്ങൾക്ക് കയറാം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ഓക്കെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ കയറി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ പട്ടാളക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും കൈ പിടിച്ചിട്ടാണ് നടക്കണേ. അവിടെ ഒരു പട്ടാൾക്കാരോട് ചോദിച്ചു ഇതിപ്പം സീനിയർ സിറ്റിസൺ. അപ്പോൾ അതിന് കയറുന്ന സമയത്ത് അവിടെ ഒരാൾ എന്താ പറയുക തുളസിമാല വിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ തുളസിമാലയാണ് പ്രധാനം തോന്നുന്നുണ്ട് ചാർത്താൻ. അപ്പോൾ ഞാൻ എന്തായാലും ഈ തുളസിമാല കയ്യിലുണ്ടെങ്കിൽ ഉള്ളിക്കങ്ങോട്ട് നേരത്തെ കയറ്റി ആലോചിച്ചിട്ട് ഞാനൊരു തുളസിമാല ഇയാളുടെ നിന്ന് മേടിച്ചു, ഒരു 50 ഉറുപ്പിക്ക്. അത് മേടിച്ച് അച്ഛൻ്റെ അമ്മയുടെയും കൈ പിടിച്ച് ഉള്ളിൽ കയറി. എന്നിട്ട് പട്ടാക്കാരോട് ചോദിച്ചു ഇവിടെ ഒരു സീനിയർ സിറ്റിസൻസിന് കയറാവുന്ന ഒരു ഗേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അത് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ ഒരു ബാരിക്കേഡ് ഉണ്ട്, അത് ആ ബാരിക്കേഡിൻ്റെ ഉള്ളിൽ കൂടെ കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഈ ബാരിക്കേഡ് എന്ന് വെച്ചാൽ ഇതിൻ്റെ എന്താ പറയുക ഒരു 50 മീറ്റർ ഇപ്പുറത്ത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ബാരിക്കേഡ് അടച്ചു കിടക്കുകയാണ്, ഒരു പട്ടാളക്കാരൻ അവിടെ നിൽക്കണുണ്ട്. ഞങ്ങൾ 3 ആളും കൂടി നടന്നു വന്നപ്പോൾ ഇയാൾ ആ ബാരിക്കേഡ് അങ്ങോട്ട് തുറന്നു. എന്തിനപ്പോൾ തുറന്നതെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ആ സമയം വരെ അടച്ചിട്ടേക്കായിരുന്നു, അതങ്ങോട്ട് തുറന്നു. ഞങ്ങൾ പറഞ്ഞു കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ കയറി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വേറൊരു ആൾ ആ ക്യൂന്ന് ഓടി വന്ന് അയാളും ഇതിനുള്ളിലേക്ക് കയറി. അതോടുകൂടി ആ ബാരിക്കേഡ് അടച്ചു. എന്തിനാ അയാൾ അവിടെ തുറന്നേ, എന്തിനാ അത് കഴിഞ്ഞപ്പോൾ അടച്ചേ, ഒരു ഐഡിയ ഇല്ല. അത് കഴിഞ്ഞ് അപ്പോൾ എന്തായി, ഞങ്ങൾ ഈ 2 കിലോമീറ്ററിൻ്റെ ക്യൂ എന്നുള്ളത് 50 മീറ്റർ എന്നുള്ള ക്യൂ ആയി. പിന്നെ നേരെ അങ്ങോട്ട് ഒരു 50 മീറ്റർ നടന്നാൽ പടി കയറുക, അമ്പലത്തിൻ്റെ ആ ഒരു മെയിൻ നാലമ്പലത്തിലേക്ക് കയറുക എന്നുള്ള അവസ്ഥയായി. പിന്നെ ഭീകര ഇടി തന്നെയായിരുന്നു, നല്ല ഇടി തന്നെയായിരുന്നു. അപ്പോൾ അച്ഛനെ അമ്മയെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ് ഈ തള്ളു കിട്ടേണ്ട വെച്ചിട്ട്. ഞങ്ങളിങ്ങനെ പതുക്കെ കയറി. അപ്പോൾ ഏതാണ്ട് 7:15 ഒക്കെയായി ഈ ക്യൂവിൽ കയറിയപ്പോൾ. 6:15 റൂമിലെത്തി. 6:45 കഴിഞ്ഞപ്പോഴേക്കും റാവൽജിയുടെ അവിടെ എത്തി. ഒരു 7:15 വരെ റാവൽജിയുടെ അവിടെ നിന്നു. ഒരു 7:15 7:30 ആയപ്പോഴേക്കും ഞങ്ങൾ ക്യൂവിൽ കയറി. ക്യൂവിൽ കയറി 7:30 ആയപ്പോഴേക്കും ഉള്ളിലെത്തും കൂടിയും ചെയ്തു. കാരണം ഈ ക്യൂ വലിയ പതുക്കൊന്നല്ല നീങ്ങണത്, അത്യാവശ്യം സ്പീഡിൽ തന്നെ നടക്കണത്. അപ്പോൾ കയറി ഒരു 15 മിനിറ്റോളം മാക്സിമം ആ ക്യൂവിൽ നിന്നുണ്ടാവും. ഇടിപിടി ഉണ്ടായിരുന്നു, എന്നാലും ഉള്ളിലെത്തി കഴിഞ്ഞു. നേരെ നടക്കൽ മുമ്പിൽ നിന്നിട്ട് തൊഴാൻ പറ്റി ഈ ക്യൂ നേരെ. അപ്പോൾ നോക്കുമ്പോൾ നടക്കിൽ അടുത്ത് നിൽക്കുന്ന ഈ ക്യൂ തന്നെ 4-5 ലെയറായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ അറ്റത്തെ ലെയറിൽ, അതായത് നടക്കിൽ തൊട്ടടുത്ത് നിൽക്കാമെന്നുള്ള രീതിയിലേക്കുള്ള ആ ഒരു ഇതിലേക്ക് ഞങ്ങൾ മാറി നിന്ന് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഏതാണ്ട് 1 മിനിറ്റ് അതിൻ്റെ മുമ്പിൽ നിന്ന് തൊഴാൻ പറ്റി, ഭംഗിയായിട്ട് തൊഴാൻ പറ്റി. സത്യം പറഞ്ഞപ്പോൾ എനിക്ക് വിഗ്രഹമൊന്നും ഓർമ്മയില്ല, പക്ഷേ ആകെപ്പാട് അവിടെ എത്തുമ്പോൾ ഒരു കണ്ണ് മഞ്ഞളിക്കുക എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് വിഗ്രഹം, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതൊന്നുമല്ല നോക്കിയത്. അത് ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു എൻവയോൺമെൻറ്റ് ഇങ്ങനെ കണ്ടു നിന്നു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇറങ്ങും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ഹോളല്ല, ഒരു സ്ഥലമുണ്ട്, ഒരു ആളുകൾക്ക് ഇരിക്കാം എന്നുള്ള സ്ഥലം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് ആളുണ്ട്, ഒരു 10-20 ആളിരിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് വേറൊരു സ്റ്റേജ് പോലുന്നുണ്ട്. അവിടെ ആകെ 2-3 പേര് ധ്യാനത്തിലിരിക്കുന്നുണ്ട്, അവിടെ കാർപ്പറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ 3 ആൾ കൂടി ആ സ്റ്റേജിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് ഞങ്ങൾ 3 ആൾ കൂടി സഹസ്രനാമം ചൊല്ലി. അമ്മ ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 ആളും സഹസ്രനാമം ചൊല്ലി തൊഴുതു. അത് കഴിഞ്ഞ് ഇപ്പോൾ മഞ്ജുവിൻ്റെ അച്ഛനും അമ്മയും വീഡിയോ കോൾ ചെയ്തു. അവൾ തൊഴുതു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 8-8:30 കൂടി ഞങ്ങൾ അവിടുന്ന്. അപ്പോൾ പിന്നെ അവിടെ ചുറ്റുമുള്ള ദേവന്മാരുണ്ട്, ഗണപതിയുണ്ട്, പിന്നെ ഹനുമാനുണ്ട്, പിന്നെ
ആരൊക്കെ എനിക്കിപ്പോൾ ഓർമ്മയില്ല. എന്തായാലും 3-4 ആളുണ്ട്. ദ്വാരപാലകൻ എന്നുള്ള രീതിയിൽ ഒരാളുണ്ട്. 4 ആളുണ്ട്. അപ്പോൾ ഈ 4 ആളെയും തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ ഈ നടക്കിൽ നിന്നപ്പോൾ നേരെ അവിടെ നിൽക്കുന്ന ആൾ എല്ലാവർക്കും കൊടുക്കണ പോലെ ഞങ്ങൾക്കും പ്രസാദം തന്നു. ഈ മധുരമുള്ളൊരു പഞ്ചാരുണ്ടയും കടലയും പരിപ്പും ഒക്കെയാണ് തരിക. അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്നു. പുറത്തിറങ്ങി 9 മണിയായപ്പോഴേക്കും പുറത്തെത്തി. 7:15 റാവൽജിയുടെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ 9 മണിയായപ്പോഴേക്കും തൊഴുത് സഹസ്രനാമം ചൊല്ലി പിന്നെയും അവിടെ ഒരു 15-20 മിനിറ്റ് ഇരുന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ, ഏതാണ്ട് ഒരു മണിക്കൂർ തന്നെ എടുത്തിട്ടുള്ളൂ മുഴുവൻ തൊഴുത് ഇത് മുഴുവൻ സഹസ്രനാമം മുഴുവൻ ചൊല്ലി പുറത്തെത്താൻ. തൊഴാൻ 15 മിനിറ്റ്. 6 മണിക്കൂർ വേണം എന്ന് വിചാരിച്ചത് 15 മിനിറ്റ് കൊണ്ട് ദർശനം തന്ന് അനുഗ്രഹിച്ചു തന്നെ പറയട്ടെ. ഒരു അത്ഭുതം തന്നെയായിട്ടാണ് ഉണ്ടായത്. ഒട്ടും ആലോചിക്കാൻ പറ്റില്ല. ഇത് സാധാരണഗതിയിലുള്ളൊരു നാട്ടിലുള്ള ഇത്തിരി തിരക്കുള്ളൊരു അമ്പലത്തിൽ ഇങ്ങനെ കയറാൻ പറ്റില്ല. ഈ 15 മിനിറ്റിൽ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര എളുപ്പത്തിലാണ് കയറിയത്. എൻ്റെ ഒരു ശരിക്കും ഭാഗ്യം തന്നെയാണ് ഉണ്ടായത്. എന്തായാലും അത് കഴിഞ്ഞു. പിന്നെ നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ നേരെ മുമ്പിൽ തന്നെ ഒരു നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുന്ന് രാത്രി ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടിപ്പോൾ റൂമിലെത്തിയപ്പോൾ ആർക്കും വയ്യായികളൊന്നുമില്ല. ക്ഷീണമുണ്ട് തോന്നുന്നുണ്ട്, യാത്രയുടെ ക്ഷീണമുണ്ട്. പക്ഷേ അച്ഛനും അമ്മയും രണ്ടാളും പറയേണ്ട ഭാഗ്യമാണ് ഇങ്ങനെ കിട്ടിയത്. ഇങ്ങനെ ഒരു വരാൻ പറ്റിയതും ബ്ലോക്കൊന്നും ഇല്ലാതിരുന്നതും ഇത്രയും വേഗം റാവൽജി കാണലും എന്താ പറയുക ഈ അമ്പലത്തിൽ കയറലും കൂടി പറ്റിയത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആകെ 4 കാര്യങ്ങളാണ് വിചാരിച്ചത് ബദരിക്ക് വരുമ്പോൾ. ഈ 4 കാര്യവും പറ്റിയെന്നുണ്ടെങ്കിൽ അതിഭാഗ്യം എന്നുള്ള രീതിയിലാണ്. 1 അമ്പലത്തിൽ തൊഴ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 2 ബ്രഹ്മകപാലത്തിൽ ഈ ബലിയിടുക എന്നുള്ളത്. 3 റാവൽജിക്കാണ്. 4 വ്യാസഗുഹ, അത് മന വില്ലേജിലാണ്. വ്യാസഗുഹയിൽ പോയിട്ട് അച്ഛൻ എന്തോ ഒരു പുസ്തകം എഴുതുന്നുണ്ട്. അതിൻ്റെ എഴുതുന്നതിന് മുമ്പ് വ്യാസഗുഹയിൽ പോയി നമസ്കരിക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 4ാമത്തെ പ്രയോറിറ്റി ആയിട്ട് അതും ഉണ്ട്. അതൊക്കെ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ അമ്പലത്തിൽ കയറുകയെന്നുണ്ടെങ്കിലോ ഇതിൽ 4-ൽ 2 കാര്യങ്ങളും ഇന്ന് തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു അത്ഭുതം. അപ്പോൾ ഇന്നിനി കിടന്നുറങ്ങായി. ഊണ് കഴിച്ചു. ഊണ് എന്താ പറയുക, അവിടുന്ന് ഒരു ചപ്പാത്തിയും ഇത് തന്നെയാണ് ഉണ്ടായത്. കഴിച്ചത് എന്താ പറയുക, നല്ല ഇത് തന്നെയായിരുന്നു. ചപ്പാത്തിയും കൂട്ടാനും അങ്ങനെ കഴിച്ചത്. ഞങ്ങൾ 3 ചപ്പാത്തിയും കൂട്ടാനും കഴിച്ചു. കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വലിയ തണുപ്പില്ല. സാധാരണഗതിയിൽ ഒരു ഫ്രീസ് ജാക്കറ്റ് ഇട്ടാൽ തന്നെ തണുപ്പ് മാറും എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇവിടെ നല്ല കട്ടിയുള്ള പുതപ്പും ഒക്കെ ഉണ്ടേനും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പിന്നെ കിടന്നുറങ്ങി. സുഖമായിട്ട് ഉറങ്ങിയെന്നല്ല, ഉറങ്ങാൻ പോവുകയാണ്. ഉറങ്ങാൻ പറ്റും എന്ന് തോന്നുന്നു. അപ്പം ഇനി 4-ാം തീയതിത്തെ, അതായത് നാളത്തെ കാര്യം നാളെ രാത്രിയാകുമ്പോൾ എന്താണ് റെക്കോർഡ് ചെയ്യാം. ഇന്ന് ഒരു മഹാത്ഭുതമായിട്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഉണ്ടായത്. ഒരു ബ്ലോക്കും കാര്യമായിട്ടുണ്ട്. കർണപ്രയാഗിലുണ്ടായിരുന്നു, കർണപ്രയാഗ് എന്നൊരു പ്രയാഗ് കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നന്ദപ്രയാഗുണ്ട്, വിഷ്ണു പ്രയാഗുണ്ട്. ഇതാണ് 5 പ്രയാഗുകൾ. അപ്പോൾ ഈ കർണപ്രയാഗിലാണ് പിണ്ടാരിയും അളകനന്ദയും കൂടിയിട്ട് യോജിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നന്ദപ്രയാഗിൽ അളകനന്ദയും നന്ദാകിനിയും. പിന്നെ വിഷ്ണു പ്രയാഗിൽ എനിക്ക് ഓർമ്മയില്ല, അളകനന്ദയും വേറെ ഏതോ ഒരു പുഴയും കൂടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രയാഗുകൾ. ഈ പ്രയാഗുകളിലൊക്കെ തിരക്കുണ്ടായിരുന്നു എന്നല്ലാതെ പിന്നെ ജോഷിമഠും സ്ഥിരമായിട്ടുള്ള തിരക്കുണ്ടായിരുന്നു, ഗേറ്റ് സിസ്റ്റം ആയതുകൊണ്ട്. അപ്പോൾ ഇതല്ലാതെ വേറൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. റാവൽജിയെ കാണാൻ പറ്റി, അദ്ദേഹത്തിനോട് ഇത്രയും നേരം വർത്തമാനം പറയാൻ പറ്റി. ആകെ ഒരു അബദ്ധം പറ്റിയത് അച്ഛനും അമ്മയും ഞാനും കൂടിയിട്ട് റാവൽജിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുത്തില്ല എന്നൊരു ആലോചിച്ച് നോക്കിയാൽ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. വേണമെങ്കിൽ ചെയ്യാമായിരുന്നു എന്നാണ്. പക്ഷേ അത് സാരില്ല. അദ്ദേഹത്തിനെ കണ്ട് തൊഴാൻ പറ്റി, നമസ്കരിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ ഭാഗ്യമാണ്. ഫോട്ടോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഇന്നുണ്ടായത്. ഇനി ഇന്ന് രാത്രി കിടന്നുറങ്ങി നാളെ രാവിലെ അപ്പം ഈ വരണ വഴിക്ക് ഈ മിശ്രാജിയുടെ ഒരു ഫ്രണ്ടുണ്ട്. ഇവിടുത്തെ എന്താ പറയുക, ഒരു ഇങ്ങനത്തെ കാര്യങ്ങൾ നടത്തി ചേരുന്ന ഒരാളാണ്. അപ്പോൾ അയാളെ വിളിച്ചിരുന്നു ഈ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാത്രി ഊണ് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ ഒന്ന് വിളിച്ചു. എന്നിട്ട് എപ്പോഴാണ് വരണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ പണ്ട എന്നാണ് പറയുക അവരെ, ഈ ഇതൊക്കെ ചെയ്യിക്കുന്ന ആളുകളെ. അപ്പോൾ ഈ പണ്ടയോട് ചോദിച്ചിട്ട് എന്താ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ 8 മണിക്ക് രാവിലെ വന്നോളൂ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ചെയ്യണോ വേണ്ട, ഒന്നും ചെയ്യാനൊന്നുമില്ല, നേരെ ഈ തത്തക്കുണ്ടിൽ കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ചാത്തോട്ടാനായിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നാളെ രാവിലെ 8 മണിയാകുമ്പോഴേക്കും അങ്ങോട്ട് എത്തണം. അപ്പോൾ കാപ്പൊടിക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. അറിയില്ല, ഇനി നാളെ രാവിലെ എങ്ങനെ നീക്കണമെന്നനുസരിച്ചിരിക്കും. അപ്പോൾ അതാണ് ഇന്നുണ്ടായത്. എന്തായാലും ജയ് ബദരി വിശാൽ.